നമസ്കാരം. വിചാരവീഥിയുടെ ഒരു പുതിയ ചിന്തയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞതിന് ശേഷം 10 വർഷക്കാലം കഴിഞ്ഞ് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികളില്ല. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടി മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുക എന്നത് തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തോട് ഭാര്യയ്ക്ക് ഒട്ടും സമ്മതമില്ല. എന്നാൽ ഭാര്യയുടെ വിസമ്മതം ഭർത്താവ് അവഗണിക്കുകയാണ്. വിവാഹമോചനത്തിന് തീരുമാനിച്ച ആ ദിവസത്തിന് തലേന്ന് അയാൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒരു വലിയ വിരുന്ന് ഒരുക്കി. അവിടെ മദ്യപിച്ച് ഉന്മത്തനായി തീർന്നതായ ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു വാഗ്ദാനം നൽകി. നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോകാം. ഒരു തരത്തിലും ഞാൻ എതിർക്കില്ല. അന്ന് രാത്രി ജോലിക്കാരുടെ സഹായത്തോടെ ഭാര്യ ഭർത്താവിനെയും ചുമന്ന് തൻ്റെ വീട്ടിലേക്ക് പോയി. കഥ ഇവിടെ അവസാനിക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാതെ സ്നേഹിക്കുന്നവരെ തോൽപ്പിക്കാനുള്ള ഏക മാർഗം സ്നേഹിച്ച് കീഴടക്കുക എന്നത് മാത്രമാണ്. ഏതെങ്കിലും കാര്യലാഭത്തിനു വേണ്ടി അടുത്തുകൂടുന്നവർ അത് നേടിക്കഴിയുമ്പോഴോ ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോഴോ അകന്നുപോകും. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ആയുസ് മുഴുവനും അവർ ചുറ്റിപ്പറ്റി നിൽക്കും. അവഗണിച്ചാലും അപമാനിച്ചാലും അവരുടെ മുഖത്തെ പുഞ്ചിരി ഒരിക്കലും മായില്ല. ഏതെങ്കിലും കാരണം ഉള്ളതുകൊണ്ട് സ്നേഹിക്കുന്നവർക്ക് ആ കാരണം പ്രസക്തമാകുന്നതുവരെ മാത്രമേ സ്നേഹിക്കാനാകൂ. ഉപകാരസ്മരണകളല്ല സ്നേഹത്തിൻ്റെ ഊർജം. ഉപയോഗസാധ്യതകളല്ല സ്നേഹത്തിൻ്റെ കാരണം. ഒപ്പമുണ്ടാകുമ്പോഴുള്ള ഊർജമാണ് സ്നേഹത്തിൻ്റെ ഏക മാനദണ്ഡം. അങ്ങനെയെങ്കിൽ ഒപ്പമുള്ള ഒരു സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആ വലിയ സ്നേഹത്തിൻ്റെ ഊർജത്തിൽ നമുക്കെല്ലാവർക്കും വളരണം. നമസ്കാരം.